കഴിഞ്ഞ ദിവസം അലക്കിക്കൊണ്ടിരിക്കുമ്പോ എന്റെ മോൻ, 1-ാം ക്ലാസ്സിലെ മോൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഇന്ന് സ്കൂൾ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എന്തായിരുന്നു ക്ലാസ്? കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോൺ നമ്പറിൽ വിളിച്ചു പറഞ്ഞാൽ അച്ഛനെയും പിടിച്ച് പോലീസ് പോകും. ഞാൻ പറഞ്ഞു ആരെ പറഞ്ഞത്? അത് ഒരു മാമൻ വന്ന് പറഞ്ഞതാണ്. നമ്പർ ബുക്കിലുണ്ട്, ഞാൻ ഇപ്പം വിളിക്കും, നിങ്ങൾ ജയിലിൽ പോവും, കാണിച്ചു തരാം നിങ്ങൾക്ക്, എന്നെ കൊണ്ട് കുറെ കാലമായി നിങ്ങൾ പണിയെടുപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇനിയിപ്പം എന്ത് പണിയെടുക്കുന്നത്? ഇനി ആരെ ട്രൗസറാ തിരുമ്പുന്നത്? ഓൻ പറഞ്ഞു എന്റെ ട്രൗസർ, ഓന്റെ ട്രൗസർ. ഞാൻ ആ മനുഷ്യൻ പറഞ്ഞത് എന്താ സാറെന്താ പറഞ്ഞു തന്നത്? ബാലവേല ചെയ്യിക്കുക എന്നല്ല. അത് തന്നെ, ബാലവേല ചെയ്യിച്ചാൽ അച്ഛാ ജയിലിൽ പോവും അച്ഛേ. ഞാൻ ചോദിച്ചു ഇഞ്ചി ചെയ്യുന്നത് ബാലവേലയാണോ? അപ്പൊ ഓൻ എന്നോട് ചോദിക്കുക എന്താ അച്ഛ ബാലവേല? നിങ്ങളറിയോ എന്താ ബാലവേല? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു ഇനി ഇപ്പം തിരുമ്പുന്ന ട്രൗസർ ആരതിൽ ട്രൗസറാണ്? ചെക്കൻ പറഞ്ഞു എന്റെ ട്രൗസർ. ഞാൻ അങ്ങട്ടല്ല, ബാലേട്ടന്റെ ട്രൗസർ എന്നെ കൊണ്ട് തിരുമ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതാണ് ബാലവേല. ഞാൻ തിരുമ്പിച്ചിനോ? ഇല്ല. ഇന്റെ ബെഡ്റൂം ഇനി വൃത്തിയാക്കുന്നില്ലാണ്ട് അങ്ങട്ടല്ല ബാലേട്ടന്റെ ബെഡ്റൂം ഇനി വൃത്തിയാക്കിയിട്ടുണ്ടോ? ഇല്ല. അവിടുത്തെ മുറ്റം പോയിട്ട് എന്നെ കൊണ്ട് അടുപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എനിക്ക് തിന്നേണ്ട സാധനം നീ പീടിയെ പോയിട്ട് വാങ്ങിക്കൊണ്ടോന്നല്ലേ? അതെ. എന്നാ മിണ്ടാണ്ട് നിന്നോ. നീ സ്വയം പര്യാപ്തമാവാൻ ഇത് മാത്രമേ രക്ഷയുള്ളൂ. അതുകൊണ്ട് ഇനി പണിയെടുക്കണം. അതുകൊണ്ട് ഓനിപ്പോ എന്താണെന്നറിയോ, നിൽക്കുവാൻ നേരെയില്ല. അത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ അത്. അപ്പോൾ ഇപ്പം പറയുന്നുണ്ട് ഇതിലും നല്ലത് പഠിക്കുന്നേനും